ഇതാണ് വ്ളോഗ്സ്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ വ്ളോഗാണ്, സ്പെഷ്യൽ ഷോപ്പിംഗ് വ്ളോഗാണ്. നമ്മുടെ അനിയത്തിയുടെ എൻഗേജ്മെൻ്റ് ആണ്. സോ എൻഗേജ്മെൻറ്റ് ഡ്രസ്സിൻ്റെയൊക്കെ ഷോപ്പിംഗ് നടത്താൻ വേണ്ടി പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറേ നാളായി ഒരു കുടുംബത്തിലൊരു കല്യാണം അല്ലെങ്കിൽ ഒരു വലിയ ഫങ്ഷൻ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇപ്പം അതിനുശേഷം അങ്ങനെ ഒരു ഫങ്ഷൻ വന്നു. അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഒരുക്കങ്ങളൊക്കെ ആയിട്ട് വളരെ എക്സൈറ്റഡ് ആണ്. അപ്പം നമുക്ക് രാവിലെ നമ്മൾ കുട്ടികളെ കൊണ്ട് വീട്ടിലാക്കിയില്ല, ഒരു ഡേ കെയറിൽ കൊണ്ടാക്കി. കാരണം അവരെയും കൊണ്ട് നമുക്ക് ഒരിക്കലും ഷോപ്പിംഗ് നടത്താൻ പറ്റത്തില്ല. അപ്പോൾ ഡേ കെയർ ഉള്ള ഒരു ദിവസം, അതായത് വീക്ക് ഡേ ഇടയിലുള്ളൊരു ദിവസം നോക്കി കുഞ്ഞുങ്ങളെ അവിടെ ചെന്നാക്കിയിട്ട് നമ്മൾ നമ്മുടെ എല്ലാ ഓഫീസും എല്ലാ വർക്കിലൊക്കെ ലീവ് എടുത്തിട്ടാണ് നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ തലേ ദിവസം സിസ്റ്റർ പോയിട്ട് ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കി, ആൾക്ക് ഇഷ്ടപ്പെട്ടത് വല്ലതൊക്കെ ഉണ്ടോ നോക്കിയിട്ട് വന്നു. കുറേ എണ്ണം അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. പക്ഷെ ഒന്നിനോട് ഒരു വല്ലാത്തൊരു തൃപ്തി തോന്നിയില്ല. അങ്ങനെയാണ് ലാസ്റ്റ് നമുക്കെന്നാൽ ലുലു സെലിബ്രേറ്റിൽ പോയെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ രാവിലെ അങ്ങനെ നേരെ ലുലു സെലിബ്രേറ്റിലേക്ക് തന്നെയാണ് വന്നത്. ഇത് കഴിഞ്ഞിട്ട് ചെക്കന് നമ്മൾ മാല ഇടുന്ന ചടങ്ങുണ്ടല്ലോ, അപ്പോൾ പറ്റുമെങ്കിൽ ഒരു മാലയും കൂടെ ഇവിടെ നിന്ന് തന്നെ നോക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇപ്പം തന്നെ അപ്പോൾ ടൈം ഓൾമോസ്റ്റ് ഉച്ചയാവാറായി. നമ്മളെല്ലാം കഴിഞ്ഞ് നമുക്ക് രാവിലെ ചർച്ചിലൊന്ന് പോകണമായിരുന്നു. അവിടുത്തെ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. സോ ഓൾമോസ്റ്റ് ഉച്ചയായി. ഇനി ഒരു 3-3:30 ആകുമ്പോൾ കുട്ടികളെ കൂട്ടാനും പോകണം. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ഷോപ്പിംഗ് തീർക്കുക എന്ന് പറയുന്ന ഒരു വലിയ തലവേദനയാണ്. കാരണം പെട്ടെന്ന് കാണുന്നത് അത്ര ഇഷ്ടപ്പെടില്ലല്ലോ. ഇത് കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, അതിലൊന്ന് കണ്ണുടക്കിയിട്ടുണ്ട്. ഓക്കെ, നോക്കി വെച്ചിട്ട് പോയി അകത്തേക്ക്. ഇനി അവരുടെ അടുത്ത് നമുക്കൊരു ഭയങ്കര ഹൈ ബഡ്ജറ്റും അല്ല ഭയങ്കര ലോ ബഡ്ജറ്റും അല്ല, അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു നോർമൽ ഡ്രസ്സ്. കാരണം എൻഗേജ്മെൻറ്റിന് നമ്മൾ എടുക്കുന്ന ഡ്രസ്സ് പിന്നീട് നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് യൂസ് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ വല്ലാത്തൊരു നഷ്ടമാവാത്ത രീതിയിൽ എടുക്കാം എന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ ആദ്യം ഇവരിത് എടുത്തിട്ട് ഈ ഒരു ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടത്. ഇത് ഫസ്റ്റ് കണ്ടപ്പോഴേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്നാലും എന്തായാലും നമ്മളൊരു 10-15 എണ്ണമൊക്കെ നോക്കിയിട്ട് അതിനുള്ളിൽ നിന്നായിരിക്കും ഒരെണ്ണം എടുക്കുക. അപ്പോൾ നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ എവിടേക്കോ ആയിട്ട് പോയിട്ടുണ്ട്. സോ നമ്മൾ തിരിച്ച് ഈ വന്ന ഡ്രസ്സ് കയറി വന്നപ്പോൾ നോക്കിയില്ലേ, അതിലേക്കൊന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഈ ഡ്രസ്സ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലോണം ഇഷ്ടമായി. അതായത് ഈ ഒരു ഇത്, പക്ഷെ നമുക്ക് ഈ കളറ് വേണ്ടായിരുന്നു. ഈ കളർ ഇപ്പോൾ ഭയങ്കര കോമൺ ഒരു എല്ലാ ഇതിനും ഇതാണ്. ഏതൊരു ഫംഗ്ഷനും ഞങ്ങൾ തന്നെ ഈ കളർ തന്നെ എടുത്തു. സോ ആ ഒരു കളർ വേണ്ട, വേറെ കളേഴ്സ് ഏതെങ്കിലും നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഇവർ കളർ ചേഞ്ച് ഉണ്ടോ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. ബട്ട് ഈ ഒരു ഡ്രസ്സിൽ ഇതും ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ ആ ഒരു പ്രിൻ്റ്, ആ ഡോട്ട് പ്രിൻസ് പോലത്തെ സംഭവം അത്യാവശ്യം ഇഷ്ടമായി. ബട്ട് എഗെയിൻ ഈ കളറാണ് നമുക്ക് ഇഷ്യൂ വന്നത്. ആ സെയിം കളർ അത് വേണ്ട, വേറൊരു കളറിലേക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഇതാണ് അവരെ കളർ ചേഞ്ച് നോക്കിയിട്ട് വന്നിട്ട് എടുത്തിട്ട് വന്നത്. ആ ഫ്രണ്ടിലുള്ളതിൻ്റെ വേറൊരു കളർ ഇത്. ബട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഒരു നല്ലൊരു റോയൽ ആണോ, നേവി ബ്ലൂ, ഒരു ഡാർക്ക് നേവി ബ്ലൂവിൽ വരുന്ന ഒരു നല്ലൊരു ഇത്, ഫുൾ ഓഫ് വർക്ക്സ് ഫ്രണ്ടും ബാക്കും ഒക്കെ ആയിട്ട് നല്ലൊരിത്. ബട്ട് ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 20-25,000 ഒക്കെ ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. 25,000 അടുത്ത് ആയിരുന്നു അതിൻ്റെ റേറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട ഒരെണ്ണം. പിന്നെ നമ്മൾ കുറച്ചും കൂടെ താഴേക്ക് നോക്കുന്ന രീതിയിൽ നമ്മളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഈ ഗ്രീൻ, പിന്നെ ആ ഒരു വൈറ്റ്, പിന്നെ വേറൊരു ആഷ് കളർ പോലത്തെ ഒരു കളേഴ്സ്, ഇത്രയാണ് അവർ കാണിച്ചത്. പിന്നെ ടീൽ ഗ്രീനോ അങ്ങനെ എന്തോ ഒരു ഇത്. ബട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡ്രസ്സായിരുന്നു. ഇത് പക്ഷെ ഒരു വൈറ്റ്, പ്യോർ വൈറ്റ് അല്ല, ഒരു വേറൊരു കളർ, എനിക്ക് തോന്നുന്നു ഒരു ഓഫ് വൈറ്റ് ആ ഒരു ഇതിൽ വരുന്ന ഒരിതാണ്. ഇത് നല്ല ഇഷ്ടമായി. പക്ഷേ ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് മാരേജിനും ഇതേ കളർ തന്നെയാണല്ലോ, അതായത് ഗൗൺ ആണെങ്കിലും സാരി ആണെങ്കിലും ഈ ഒരു ഓഫ് വൈറ്റ് കളറിലേക്കായിരിക്കുമല്ലോ പോകുന്നത്. അപ്പോൾ പിന്നെ ഇതെടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു വലിയ കൺഫ്യൂഷൻ. പക്ഷെ എന്നാൽ ഈ ഡ്രസ്സിനോട് ഒരു വല്ലാത്ത ഇഷ്ടവും തോന്നി. എന്നിട്ട് ഇതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടെ നമ്മൾ ചോദിച്ചു നോക്കി. ഇതിൽ വേറെ ഏതെങ്കിലും കളർ കിട്ടുമോ ഈ ഒരു സെയിം പാറ്റേണിൽ. ഇതിൻ്റെ വെച്ചാൽ നമുക്ക് ആ പാവാടയാണ് ഭയങ്കര ഇഷ്ടമായത്. ആ ഒരു താഴത്തെ സ്കേർട്ട് അത്രയും സൂപ്പറാണ്, അതിൻ്റെ വർക്ക് അത്രയും സൂപ്പറാണ്. പക്ഷേ ഇതിൻ്റെ ബ്ലൗസിന് വർക്ക് തീരെ കുറവാണ്. ആ പാവാടയുടെ ഒരു എടുപ്പ് അതിനില്ല. മറ്റേത് ഫുൾ ആൻഡ് ഫുൾ ഓഫ് വർക്കും ഇതുമായിട്ടൊക്കെ നല്ല രസമാണ് ഈ പാവാട. ഇതിൽ നിന്ന് ഇപ്പോൾ കൈ എടുക്കാനും പറ്റുന്നില്ല, കൈ വിടാനും പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾ രണ്ടുപേരും നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇത്രയും ഡ്രസ്സസ് കണ്ടതിൽ ഏതാ ഇഷ്ടമായതെന്ന് പറയണേ. പിന്നെ നമ്മളിത് ഇപ്പോൾ ഈ കണ്ട വൈറ്റിൻ്റെ കളർ ചേഞ്ചാണിത്. ചെറിയ വ്യത്യാസമുണ്ട് ഇതിൻ്റെ ടോപ്പിനും ഇതിനൊക്കെ കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. പക്ഷേ ടോപ്പിന് കുറച്ചും കൂടെ വർക്ക് സ്പ്ലിറ്റഡ് ആണ്, അതായത് കുറച്ചും കൂടെ വർക്ക് ഉണ്ട് ബ്ലൗസ്. അതുപോലെ പാവാടയുടെ വർക്കും വേറൊരു ടൈപ്പാണ്, നമ്മൾ ആദ്യം കണ്ട പോലത്തെ ഒരു വർക്കല്ല. ഇത് കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. പക്ഷേ ഇതൊരു ആഷ് കളർ
അല്ലെങ്കിൽ ഒരു ഗ്രേ കളർ അതിനോട് ഒരിതാവുന്ന കളറാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെ വന്ന 1-2 പേർക്കൊക്കെ ഈ കളേഴ്സും ഇതാണ് ഇഷ്ടപ്പെട്ടത്, പേരൻസിനൊക്കെ. പക്ഷെ നമ്മൾ പിന്നെയും ആ വൈറ്റിൽ തന്നെയാണ് പിടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം തന്നെ സമയം ഏകദേശം ഒരു 3 മണിയോട് അടുക്കാറായിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ എടുപ്പെല്ലാം കണ്ട് ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവരും സൈഡിലിരിക്കാൻ തുടങ്ങി. നിങ്ങൾ ഏതെങ്കിലും എടുത്തിട്ട് വാ എന്നുള്ള രീതിയിൽ അവർ മടുത്തു. പിന്നെ നമ്മൾ വേറെ കുറേ ഇതൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ വെച്ച് നോക്കിയ കുറച്ച് ഡ്രസ്സുകൾ. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമായെന്നൊന്ന് പറയണം. പിന്നെ ഇതിനിടയ്ക്ക് നമുക്ക് ഇതാ സെയിം കളർ തന്നെ കേട്ടോ, മറ്റൊരു ഓണി സംതിങ് കളർ. പിന്നെ ഈ ഒരു ഡ്രസ്സും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു പുതിയ ഒരു ഫാഷനായിരുന്നു. എടുത്തുകൊണ്ടിരുന്നപ്പോൾ വളരെ കോൺഫിഡൻസ് ആയി ചെക്കൻ്റെ വീട്ടുകാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും നമ്മുടെ ഡ്രസ്സ് സെലക്ഷനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും അവർക്കും സെയിം ചെക്കന് ഡ്രസ്സ് എടുക്കാനാണ് അവരും വന്നത്. സോ അവരും അവിടെ നിന്ന് എടുത്തു. ലാസ്റ്റ് നമ്മൾ എന്തായാലും ഇവിടുന്ന് ഒരു ഡ്രസ്സ് എടുത്തു. ഏതാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഡ്രസ്സ് ഏതാണ് നോക്കിയിട്ടിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്കിനി ചെറുക്കനൊരു മാല കൂടി എടുക്കണം എന്നുണ്ട്. എന്നാൽ പിന്നെ എന്തായാലും വന്നതല്ലേ, ഒരു 10-15 മിനിറ്റും കൂടെ കിട്ടുമെങ്കിൽ അതും കൂടെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാല നോക്കാൻ വേണ്ടി വന്നു. ഇതിൽ നിന്ന് നമ്മളൊരു മാല എടുത്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ വെഡ്ഡിങ് ഷോപ്പിംഗ് ഒക്കെ പിന്നെയാണ്, അതായത് വെഡ്ഡിങ് ജ്വല്ലറി ഷോപ്പിങ്ങും എൻഗേജ്മെൻറ്റുള്ള ജ്വല്ലറീസ്. പക്ഷേ എൻഗേജ്മെൻറ്റ് ജ്വല്ലറി എന്തായാലും നമ്മൾ ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ എന്തായാലും ഗോൾഡ് ഇടില്ലല്ലോ. അപ്പോൾ അതിന് പറ്റുന്നത് നമുക്ക് റെൻ്റൽസ് ഏതെങ്കിലും നോക്കാമെന്നുള്ളൊരു ഇതിലാണ്. റെൻ്റൽ ജ്വല്ലറി ഒക്കെ ഞങ്ങൾ തപ്പിയൊരെണ്ണം നോക്കി വെച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ അതും കവർ ചെയ്ത് കാണിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ പെൺകുട്ടിക്ക് ഒരു മൂക്കുത്തി എന്തോ അവൾക്ക് മാറ്റിയെടുക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ അതും 2 നോക്കി. പിന്നെ ഞങ്ങൾ ആ സൈഡിൽ കൂടെ ആ സമയത്ത് തേരാപ്പാര നടന്ന് ഉള്ള മാലയും വളയും ഇതൊക്കെ വെറുതെ ഇരുന്ന് നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ നിന്ന് ഒരെണ്ണം എടുക്കണമല്ലോ. അപ്പോൾ അവൾ അതിൽ നിന്നൊരു നോസ്പിൻ സെലക്ട് ചെയ്ത് അതും എടുത്തു. സോ ഇത്രയുമാണ് ഞങ്ങളുടെ ഈ ദിവസത്തെ എൻഗേജ്മെൻറ്റ് ഷോപ്പിംഗ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്, കുട്ടികളെ കൂട്ടാൻ സമയമായിട്ടുണ്ട്.